എന്നെ ആഹാരം ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ആദ്യ ഇതായിട്ട് എന്നോട് ഒരു 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 അരിയിൽ ഉണ്ടാക്കുന്ന ഒരു മദ്യം ആദ്യം വിളമ്പിയിരുന്നു. ഞാനത് കഴിക്കുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് എന്തോ ഒരു പന്തികേടുണ്ട്. എനിക്കത് കഴിക്കാൻ, കാരണം എനിക്ക് പെട്ടെന്ന് ഒരു കവിൾ കുടിച്ചപ്പോൾ ഛർദ്ദിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുന്നില്ല, ഞാൻ ഈ മദ്യം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നിങ്ങളുടെ നല്ല ആഹാരം എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നല്ല ആഹാരത്തിന് രുചി പോലും പോകും എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, കഴിക്കണം, അതിഥികൾക്ക് വിളമ്പുന്ന ഇതിനകത്ത് ഒരു വറ്റ് ചോറ് പോലും ബാക്കി വെക്കരുതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മയെ അതല്ലേ പറയുന്നത്, എല്ലാ തവണ എന്നോട് പറയുന്നത് മക്കളെ ഒരുപാട് പേര് പട്ടിണി കിടക്കുന്നുണ്ട്, നിനക്കിരുന്ന ആഹാരം ഒരു വറ്റ് പോലും കളയരുതെന്ന് പറയുന്നത് എൻ്റെ അമ്മയെ ഞാൻ ഓർത്തു. പക്ഷെ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ രൂപം മാറി. ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ടുപേരിയ്ക്കുന്നൊരു കസേരയിൽ മൂന്നാമതൊരാൾ വന്നിരുന്നിട്ട് എന്നെ, ഞാൻ ഞെരുങ്ങി നടക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നൊരു തോക്കെടുത്തിട്ട് എൻ്റെ ചെവിയുടെ എനിക്ക്, ഞാൻ സിനിമയിൽ മാത്രമേ ഈ തോക്ക് കണ്ടു, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല തോക്ക്. ഈ തോക്കിൻ്റെ തണുപ്പ് ഒരു വിഹ്വലതയായിട്ട് പേടിപ്പെടുത്തുന്ന ഓർമ്മയായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിനകത്തുണ്ട്. ഈ തോക്ക് എൻ്റെ ചെവിയുടെ അവിടെ കൊണ്ട് വെച്ച് ചോദിച്ചു, ഈ മദ്യം കുടിക്കുകയോ നിങ്ങൾ മരിക്കുകയോ ചെയ്യുക, നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണിത്. ഒന്നുകിൽ ഈ മദ്യം കുടിക്കുക, അല്ലെങ്കിൽ ഇത് നിങ്ങൾ വെടിയേറ്റ് മരിക്കുക. ഞാൻ പെട്ടെന്ന്, എൻ്റെ ഒരു 2 വയസ്സുള്ള മകനുണ്ടെന്ന്, ഞാൻ അവനെ ഒരിക്കൽ കൂടെ കാണണം എന്നൊരാഗ്രഹം. ആ ഒരു അന്യദേശത്ത് വെടിയേറ്റ് മരിക്കുന്നതിൻ്റെ ഒരു ചിത്രം. ഞാൻ ഇത് പേടിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം എന്നെ ചിലപ്പോൾ ഒരു പക്ഷേ വെടിവെച്ച് കളയുമെന്ന് എനിക്ക് തോന്നി. രൗദ്രഭാവം, രാക്ഷസഭാവം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനതങ്ങ് ഈ മദ്യം അങ്ങ് കുടിച്ചിട്ട് എനിക്ക് 1 മിനിറ്റോടെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ കുടിച്ചിട്ട് അതുവരെ എന്നെ സാറെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹം പെട്ടെന്ന് നൗ ബോയ് യു റിലാക്സ്, നിങ്ങൾ ശാന്തനായിട്ടിരിക്കുമെന്നുണ്ട് എൻ്റെ തോളിൽ പിടിച്ചിട്ട് ഇങ്ങനെ സെറ്റിയിലേക്ക് കമഴ്ത്തി കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം, ഒരു ഓർമ്മ, വളരെ അവ്യക്തമായിട്ടൊരു ഓർമ്മ മാത്രം എനിക്ക് ബാക്കിയുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു അധ്യായം അവസാനിക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് ഓർമ്മയില്ല. എത്ര നാളത്തേക്ക് ബോധം ഏത് സ്ഥലത്തേക്ക് പോയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ. വളരെ വിചിത്രമായൊരു അവസരത്തിലാണ് എനിക്ക് ഉണരുന്നതെന്ന് വെച്ചാൽ ആരോ എന്നെ ചവിട്ടുകയാണ്, എൻ്റെ നെഞ്ചത്ത് ചവിട്ടുകയാണ്. അപ്പം എനിക്ക് നെഞ്ചത്ത് ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, എനിക്ക് അറിയില്ലല്ലോ ഞാൻ കേരളത്തിലാണോ ഫിലിപ്പൈൻസിലാണോ, ഉറക്കമല്ലേ. ഞാൻ മലയാളത്തിൽ ഞാനൊരു ഭംഗിയില്ലാത്ത വാക്കുകൾ പറഞ്ഞാണ് ഞാൻ. അപ്പോൾ പറഞ്ഞു എന്തോന്ന്, പറഞ്ഞു അയാൾ പിന്നെയും എൻ്റെ പുറത്ത് തുപ്പിയപ്പോഴത്തേക്കൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ഏതൊരു അന്യദേശത്താണ്. അപ്പോഴാണ് പെട്ടെന്ന് ഫിലിപ്പൈൻസിലാണല്ലോ എന്ന് ഞാൻ ഉണർന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ ഉറക്കമാണ്, എൻ്റെ ശരീരം മുഴുവൻ തളർന്നിരുന്നു. ഞാൻ കിടന്നിരുന്നത് ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശത്ത് കിടക്കുകയാണ്. എനിക്ക് ഷൂസ് ഇല്ല, എനിക്ക് രാത്രിയിൽ കണ്ണാടിയില്ല, കണ്ണ് കാണാനൊക്കെ ഇല്ല, കണ്ണാടിയില്ല, എൻ്റെ വാച്ചില്ല, എൻ്റെ കയ്യിലുള്ള ക്യാമറയില്ല, എൻ്റെ കയ്യിലുള്ള പേഴ്സില്ല, ഒന്നുമില്ല. ഞാൻ വെറും ഒരു ജീൻസും ഒരു ടീഷർട്ടും മാത്രമായിട്ട് കിടക്കുകയാണ്. എനിക്ക് എഴുന്നേക്കാൻ ഞാൻ ശ്രമിച്ചു. നമ്മൾ ഇത്തരം അവസരങ്ങളിൽ ജീവിതത്തിനോടുള്ളൊരു അഭിനിവേശമുണ്ട്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. നിരങ്ങി അതാണ് പറയുന്നത്, നിരങ്ങി നോക്കി ഞാനൊരു ചാലിൽ വീണു, ഒരു വെള്ളച്ചാല് വീണു. ഈ വെള്ളച്ചാല് വീണത് എനിക്ക് നല്ല ഗുണമായി. കാരണം മുഖത്ത് വെള്ളമൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ബോധം തെളിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് കുറ്റിയിട്ട് എനിക്ക് ദിശാസൂചി, ഞാൻ എവിടെ കിടക്കുന്നു എന്നറിയില്ല, ഏത് സ്ഥലത്താണ് കിടക്കുന്നതെന്നറിയില്ല, കുറ്റിയിട്ട് എനിക്കൊരു അടയാളങ്ങളൊന്നുമില്ല, ദിശാസൂചികളൊന്നുമില്ല. അങ്ങ് ദൂരെ ഒരു കൊച്ചു മിന്നാമിനിങ്ങനെ പോലെ വെളിച്ചം പോകുന്നുണ്ട്, വെളിച്ചപ്പൊട്ടുകൾ. ഞാൻ ആ വെളിച്ചപ്പൊട്ടുകളെ നോക്കി, ഒരു പക്ഷേ വണ്ടിയായിരിക്കും, ഒരു വാഹനമായിരിക്കും നോക്കി ഞാൻ ആ ദിശയിലേക്ക് കുറേ നടന്നു. ആ നടക്കുന്ന സമയത്ത് ഞാൻ വീഴുന്നുണ്ട്, എനിക്ക് സ്ഥലം കാണാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള വെള്ളച്ചാലുകളിലേക്ക് വീണ് തട്ടി തറന്ന് മുറിഞ്ഞൊക്കെ ഞാൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു വലിയ തിരക്കുള്ളൊരു മോട്ടോർ വേയുടെ ഇരട്ടാണ്. അപ്പോൾ നല്ല ഇറക്കമുണ്ട്. ഞാൻ വല്ലവത്തി തൂങ്ങി അതിൻ്റെ റോഡിൽ കൂടെ ഇറങ്ങിയപ്പോഴത്തേക്ക് മോട്ടോർ ആണ്. സാറിന് മോട്ടോർ വേയിൽ വണ്ടി നിർത്താറില്ല. ഞാനൊരു ടാക്സി, ആദ്യത്തെ കാറിന്, രണ്ടാമത്തെ കാറിന് ആരും നിർത്തുന്നില്ല, മൂന്നാമതൊരു ടാക്സി കാർ, റേഡിയോ ക്യാമറ പറഞ്ഞ് വെളിയിൽ പാശ്ചാത്യ നാടുകളിലൊക്കെ മുകളിൽ ലൈറ്റൊക്കെ ഉള്ള ആ കാറിനെ കാണുന്നത്. കാറ് നിർത്തിയിട്ട് അയാൾ ഇങ്ങനെ എന്നോട് സംസാരിക്കാനായി ഗ്ലാസ് അങ്ങ് താഴ്ത്തി. എയർ കണ്ടീഷൻ കാറായിരുന്നു. ഗ്ലാസ് താഴ്ത്തിയിട്ട് എൻ്റെ പ്രാകൃതമായ രൂപം കണ്ടപ്പോഴത്തേക്ക് അത് തിരിച്ച് ഗ്ലാസ് റീവൈൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എന്നെ രക്ഷിക്കണം, ഞാനൊരു വിദേശിയാണ്, ഞാനൊരു വല്ലാത്തൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണെന്നുള്ളത്.
എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. എവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പറഞ്ഞ ഹോട്ടലിൻ്റെ പേര് ഒരു മാന്ത്രിക ഒരു അനുഭവമായിരുന്നു അദ്ദേഹത്തിന്. ആ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഭാവം മാറി. വരൂ, എന്നെ ക്ഷണിച്ച് കാറിനകത്ത് കയറ്റി. കാറിനകത്ത് കയറ്റി ഞാൻ പൂർണ്ണമായി നനഞ്ഞിരിക്കുകയാണ്. ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ആ കാറിൻ്റെ മുൻസീറ്റിൽ ഇരുന്ന് പോവുകയാണ്. വീണ്ടും വെളിച്ചമില്ലാത്ത തെരുവീതികൾക്ക് നടക്കുകയാണ്. ഇങ്ങനെ കാറ് 10, 15, 20 കിലോമീറ്റർ പോകുമ്പോഴും പിന്നെ വെളിച്ചമില്ലാത്ത വഴിത്താരകളാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനകത്ത് ഒരപകടത്തിൽ നിന്ന് എന്നെ മറ്റൊരു അപകടത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള ഭീതിയിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എവിടെ, മാനില എത്ര ദൂരമുണ്ട്? അദ്ദേഹം പറഞ്ഞു, ഇനിയും ഒരു 20-25 കിലോമീറ്റർ ഉണ്ട്. ഞാൻ എവിടെ ആയിരുന്നു? ക്വിസോൺ എന്ന് പറഞ്ഞ വേറൊരു നഗരത്തിലായിരുന്നു. ഞാൻ ചോദിച്ചു, ഇന്നത്തെ ഡേറ്റ് എന്നാണ്? അപ്പോഴത്തേക്ക് ഡേറ്റ് 3 താളുകൾ കലണ്ടർ മറിഞ്ഞിരുന്നു. 72 മണിക്കൂറോളം ഞാൻ ബോധരഹിതനായിട്ട് കിടന്നു എന്നാണ് ഞാൻ ഓർത്തെടുക്കുന്നത്. എന്നിട്ട് റേഡിയോ വഴി പറഞ്ഞിട്ട് പോലീസൊക്കെ വന്നിട്ട് ഹോട്ടലിൽ കയറിയപ്പം ഹോട്ടലിലെ റിസപ്ഷനിൽ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ പോലീസ് അറിയിച്ചിരുന്നു, ഇങ്ങനെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി അവിടെ വരാന്തയിൽ ആ ഹോട്ടൽ ലോബിയിൽ കാത്തിരിക്കുകയാണ്. എന്നെ വന്ന് ആശ്രയിച്ചിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, യു ആർ വെരി ഹാപ്പി ടു സീ യു അലൈവ്. ജീവനോട് നിങ്ങൾ വന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന്. അപ്പോഴാണ് ഒരു നിമിഷം ഞാൻ ഓർത്ത്, ഞാൻ മരണത്തിൽ നിന്നാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരവ് മരണത്തിൽ നിന്നാണ്. അയാളൊരു രക്ഷകനായിട്ട് ഡ്രൈവറല്ലേ ആ കാർ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളെ ഒരു ഈ രക്ഷകൻ തീർച്ച ജീവിതത്തിൻ്റെ വളരെ ഒരു അവിഭാജ്യമായിട്ട് ഓർമ്മകളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ, അപ്പോഴത്തേക്കും കോൺഫറൻസ് അവസാനിക്കുന്ന സമയമായി കഴിഞ്ഞു. 5 ദിവസത്തെ കോൺഫറൻസ് 3-ാം ദിവസം കഴിഞ്ഞ് 4-ാം ദിവസമായി. ഞാൻ ആ കോൺഫറൻസ് ഹാളൊക്കെ തപ്പിപ്പിടിച്ച് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഹോട്ടലുകാർ തൽക്കാലത്തേക്ക് കുറച്ച് കാശിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ തന്നു. അവരൊരു ടാക്സി അറേഞ്ച് ചെയ്ത് നമ്മൾ ഈ കാര്യം പറയും. എൻ്റെ ഒരു പൈസ പോലും ഇല്ല, പാസ്പോർട്ട് മാത്രം ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു. അത് രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ ഹോട്ടലിൽ ഈ കോൺഫറൻസ് ഹാളിലേക്ക് വന്നിട്ട് ഞാൻ കയറാൻ പോയപ്പോഴത്തേക്ക് ആ വഴിയിൽ ഒരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു. ആ സ്ത്രീ, ആർ യു മിസ്റ്റർ ശങ്കർ? എന്നോട് ചോദിക്കാൻ, നിങ്ങൾ ശങ്കർ? ഞാൻ ഒരു നിമിഷം സ്തബ്ധനായി. കാരണം ഞാനൊരു സാധാരണ ഒരു ഇന്ത്യക്കാരൻ എന്നല്ലാതെ എൻ്റെ മുഖത്ത് വേറൊരു ഇത്. അപ്പം എന്നോട് ആർ യു മിസ്റ്റർ ശങ്കർ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ചോദ്യത്തിൽ എനിക്ക് വളരെ അസ്വാഭാവികത തോന്നി. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഐ ന്യൂ ദാറ്റ് ഇറ്റ് വാസ് യു ശങ്കർ. ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. 3 ദിവസമാണ് നിങ്ങളെ കാത്തിരിക്കാൻ. നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം നിങ്ങൾക്ക് ക്ഷണക്കത്തയച്ചിരുന്നു, നിങ്ങൾ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് അംഗം വന്നില്ല എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ രൂപം കണ്ടിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വല്ലാത്തൊരു അനുഭവത്തിൽ നിന്ന് കടന്നു വരികയാണ്. ഞാൻ 3 ദിവസം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ, ഞാൻ മനസ്സ് വിശ്വസിക്കാം, നമ്മൾ മാലാഖ എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ജീവിതത്തിൽ. എൻ്റെ കൈ പിടിച്ച് അവിടെ തൊട്ടടുത്ത് ഹോട്ടലിൽ തന്നെ, ആ സമ്മേളനം ഹോട്ടലിൽ തന്നെ താഴെ ഒരു തുണിക്കടയുണ്ട്. അവിടെ ഈ ഷർട്ടൊക്കെ മാറ്റി നല്ല ഷർട്ടിടാൻ പറഞ്ഞു. എനിക്കൊരു ചെരുപ്പൊക്കെ വാങ്ങിച്ചു തന്നിട്ട് എൻ്റെ കയ്യിൽ $300, അന്ന് ആലോചിച്ച് 15 വർഷം മുമ്പ് $300 എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം, നിങ്ങൾക്ക് ബാക്കി ചിലവുകൾക്കൊക്കെ ഇരിക്കട്ടെ.